Welcome all. This is Reshma from Department of Computer Application, Don Bosco College, Kottayam. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 2 ആണ് ഡിസ്കസ് ചെയ്തത്. മൊഡ്യൂൾ 2-നകത്ത് നമ്മൾ പഠിച്ചത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയായിരുന്നു. ദാറ്റ് ഈസ് കോ റിലേഷൻ. ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നമ്മൾ ഒരു വേരിയബിളിനെ മാത്രം കൺസിഡർ ചെയ്യുകയും ആ ഒരു വേരിയബിളിൻ്റെ ഒറ്റ വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വേരിയബിളിൻ്റെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പല മെഷേഴ്സ് നമ്മൾ പഠിച്ചു. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ വേരിയബിൾസിൻ്റെ പ്രസൻസ് ഒരു സാഹചര്യത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ എപ്രകാരമായിരിക്കും എന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ടൈപ്സ് ഓഫ് റിലേഷനെ പറ്റി, ടൈപ്സ് ഓഫ് കോ റിലേഷനെ പറ്റിയും അതുപോലെ തന്നെ ആ റിലേഷൻ്റെ ഫ്രീക്വൻസി എത്രമാത്രമായിരിക്കും, എത്രമാത്രം ഫ്രീക്വൻ്റ് അല്ലെങ്കിൽ എത്രമാത്രം ദൃഢമാണ് ബന്ധം, എത്രമാത്രം ലൂസ് ടൈറ്റാണ് റിലേഷൻ, എത്രമാത്രം ലൂസാണ് റിലേഷൻ, ആ റിലേഷൻ്റെ തീവ്രതയെ പറ്റി നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു. അപ്പോൾ കോ റിലേഷൻ്റെ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ റിലേഷൻ +1 ആണോ -1 ആണോ അതോ 0 ആണോ അതോ +or-1ൻ്റെയും 0 ഇടയ്ക്കുള്ള ഏതെങ്കിലും വാല്യൂസ് ആണോ, അപ്പോൾ ആ റിലേഷൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടുന്നത് വഴി ആ റിലേഷൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളൊരു രണ്ടിൽ കൂടുതലോ വേരിയബിൾസ് ഉണ്ടെങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻ്റെ ഇൻറ്റൻസിറ്റി, റിലേഷൻ എപ്രകാരമാണെന്നോ, +1 നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ സിമ്പിൾ ആണോ മൾട്ടിപ്പിൾ ആണോ അങ്ങനെയുള്ള കോ റിലേഷൻ എപ്രകാരമാണെന്നോ ആ റിലേഷൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാനുമാണ് നമ്മൾ കോ റിലേഷൻ എന്ന ചാപ്റ്ററിൽ ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ മൊഡ്യൂളായ മൊഡ്യൂൾ 3 ആണ്. ദാറ്റ് ഈസ് റിഗ്രഷൻ അനാലിസിസ്. റിഗ്രഷൻ അനാലിസിസിലൂടെ നമ്മൾ ചെയ്യുന്നത് രണ്ട് വേരിയബിൾസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ എന്നത് കോ റിലേഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ആ റിലേഷൻ ഏത് ടൈപ്പ് റിലേഷൻ ആണെന്നും അവയുടെ ഇൻറ്റൻസിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. റിഗ്രഷൻ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനായിട്ട് എപ്രകാരം കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ എപ്രകാരം നമുക്ക് എഴുതാം എന്നുള്ളതിനെ പറ്റിയാണ് റിഗ്രഷൻ അനാലിസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. Regression, the word means moving back or stepping back. Moving back അല്ലെങ്കിൽ stepping back എന്നാണ് regression എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ രണ്ട് ടൈപ്സ് വേരിയബിളിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പേര് പറഞ്ഞത് തന്നെ മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വേരിയബിൾ. ദ വേരിയബിൾ പ്രഡിക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് അനദർ വേരിയബിൾ. ഒരു വേരിയബിളിൻ്റെ വാല്യൂ മറ്റൊരു വേരിയബിളിൻ്റെ ബേസിസിലാണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഒരു വേരിയബിളിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ തരത്തിലുള്ള വേരിയബിൾസിനാണ് നമ്മൾ വിളിക്കുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ ദിസ് ഇക്വേഷൻ y = 3x + 2, എക്സിൻ്റെ വാല്യൂ വേരി ചെയ്യുന്നതനുസരിച്ച് വൈയുടെ വാല്യൂ എന്ത് ചെയ്യും, മാറും. ഫോർ എക്സാമ്പിൾ, എക്സ് 1 ആകുമ്പോൾ y വാല്യൂ is 3 × 1 + 2, that is 5. Again, x-ന്റെ വാല്യൂ 2 ആകുമ്പോൾ y വാല്യൂ is 3 × 2 + 2, that is 8. അപ്പോൾ അങ്ങനെ x-ന്റെ വാല്യൂ മാറുന്നതനുസരിച്ച് y വാല്യൂ ചേഞ്ച് ചെയ്യുന്നു. അഥവാ എക്സ് വാല്യൂവിന് ഡിപ്പെൻഡൻ്റ് ആണ് ആര്, y വാല്യൂ എന്ന് പറയുന്നത്. Hence we can say that here y is the dependent variable. What about the independent variable? The other variable. ഏത് വേരിയബിൾ ആണോ നമ്മൾ ബേസ് വേരിയബിൾ ആയിട്ട് ചൂസ് ചെയ്യുന്നത് ആ വേരിയബിളാണ് എന്ന് വിളിക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. നമ്മളുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മറ്റൊരു വേരിയബിളിനെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ആ വേരിയബിളിന് എപ്പോഴും ഉണ്ടായിരിക്കും. ഹിയർ ഇൻ ദിസ് ഇക്വേഷൻ y is the dependent variable whereas x is the independent variable. ഈ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ ബേസിസിലാണ് റിഗ്രഷൻ അനാലിസിസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. Regression analysis is a statistical device which helps to estimate the unknown values of a variable from the known values of another variable. ഒരു വേരിയബിളിൻ്റെ നോൺ വാല്യൂവിൽ നിന്ന്, അറിയാവുന്ന വാല്യൂസിൽ നിന്നും
മറ്റൊരു വേരിയബിളിന്റെ അൺനോൺ വാല്യൂസിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ആണ് എന്ത് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഒരു വേരിയബിളിന്റെ നോൺ വാല്യൂവിൽ നിന്നും മറ്റൊരു വേരിയബിളിന്റെ അൺനോൺ വാല്യൂസിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ആണ് regression analysis. When two variables are known to be related, we can estimate the value of one corresponding to the value of another. The statistical technique by which such estimates are obtained is called regression. Now we are moving on to the type of regression analysis. Types of regression. Regression തന്നെ മൂന്ന് തരത്തിലുണ്ട്. Regression can be classified on the basis of three properties. മൂന്ന് പ്രോപ്പർട്ടീസിന്റെ ബേസിസിൽ നമുക്ക് റിഗ്രഷനെ പല ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. First, on the basis of number of variables studied. Next, on the basis of regression curve, and the other one is on the basis of relevance of variables studied. On the basis of number of variables studied, regression can be classified into simple regression and multiple regression. Simple regression is the regression analysis confined to the study of only two variables at a time. ഒരു സമയം രണ്ട് വേരിയബിൾസിനെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ റിഗ്രഷൻ അനാലിസിസ് നടത്തുന്നതെങ്കിൽ, അതായത് രണ്ട് വേരിയബിൾസിന്റെ മാത്രം രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനെ മാത്രമാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതെങ്കിൽ ആ തരത്തിലുള്ള റിഗ്രഷൻ ആണ് എന്ത് സിമ്പിൾ റിഗ്രഷൻ. That is the influence of advertisement on sales. Salesൽ advertisement influence. Therefore ഒരു വേരിയബിൾ അഡ്വർടൈസ്മെന്റും ഒരു വേരിയബിൾ സെയിൽസും ആണെങ്കിൽ രണ്ട് വേരിയബിൾസ് മാത്രം തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ടൈപ്പ് regression ആണ് simple regression. Next one is multiple regression. The regression analysis for studying more than two variables at a time. രണ്ടിൽ കൂടുതൽ വേരിയബിൾസിനെ പറ്റി ഒരേ സമയം പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനെ ഒരേ സമയം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള regression ആണ് multiple regression. Example, the yield of a crop depends upon rainfall and fertilizer. അവിടെ നമുക്ക് മൂന്ന് വേരിയബിൾസ് ആണുള്ളത്. yield of a crop, the rainfall as well as the use of fertilizer. So ഈ മൂന്ന് വേരിയബിൾസ്, രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് ആണ്. അപ്പോൾ മൂന്ന് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനെ ഒരേ സമയം നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് റിലേഷൻ ആണ് റിഗ്രഷൻ ആണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ. So on the basis of number of variables studied, regression can be classified into simple regression and multiple regression. Next one is on the basis of regression curve. So what do you mean by regression curve? If a bivariate data are plotted on a graph, the points so obtained on the scatter diagram will more or less concentrate around a curve. Such a curve is called a regression curve or curve of regression. അതായത് a bivariate data means bi means two, variate means variable. രണ്ട് വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ഒരു ഡേറ്റയെ നമ്മളൊരു ഗ്രാഫിൽ അഥവാ സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഗ്രാഫാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സ്കാറ്റർ ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. സോ രണ്ട് വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡേറ്റയെ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന സ്കാറ്റർ ഡയഗ്രാം വിൽ മോർ ഓർ ലെസ് കോൺസെൻട്രേറ്റ് അറൗണ്ട് എ കർവ്. അങ്ങനെ കിട്ടുന്ന സ്കാറ്റർ ഡയഗ്രാം ഒരു കർവിന്റെ ഫോമിലായിരിക്കും. ആ കർവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കർവ് ഓഫ് റിഗ്രഷൻ. സോ ഒരു ബൈവേരിയേറ്റ് ഡേറ്റയെ നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ റിസൾട്ട് ചെയ്യുന്ന സ്കാറ്റർ ഡയഗ്രാം വിൽ റിസൾട്ട്സ് ഇൻ എ കർവ്. അതൊരു കർവിന്റെ അറൗണ്ട് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ കർവിന്റെ ഫോമിലായിരിക്കും എന്ത് ചെയ്യുന്നത് ആ സ്കാറ്റർ ഡയഗ്രാം എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്രാഫ് ഫോം ചെയ്യുന്നത്. ആ കർവിനാണ് നമ്മൾ വിളിക്കുന്നത് കർവ് ഓഫ് റിഗ്രഷൻ എന്ന് വിളിക്കുന്നത്. Therefore, on the basis of regression curve, we can classify regression into two, linear regression and non-linear regression. പേര് പോലെ തന്നെ linear regression, linear means line in the formular, in the form of a line. So linear regression means if the regression curve results in a straight line. നമ്മൾ വരയ്ക്കുന്ന രണ്ട് വേരിയബിൾസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് ആണ് സാധാരണ ഗ്രാഫിനകത്ത് പ്ലോട്ട് ചെയ്യുന്നത്. സോ രണ്ട് വേരിയബിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ രണ്ട് വേരിയബിൾസിന്റെ പോയിന്റ്സ് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്കാറ്റർ ഡയഗ്രാം ഒരു ലൈനിന്റെ ഫോമിലാണെങ്കിൽ
If it is in the form of a line, we can say that the variables are in linear regression. നമുക്ക് കിട്ടുന്ന regression curve, അതായത് നമ്മൾ ആ രണ്ട് വേരിയബിൾസിന്റെ ഡേറ്റയെ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്കാറ്റർ ഡയഗ്രാം ഒരു curve ആണ്. കിട്ടുന്ന regression curve എന്താണെങ്കിൽ if it is in the form of a line, we can say that the variables are in linear regression. So നമുക്ക് പറയാം ആ ബൈവേരിയന്റ് ഡേറ്റയുടെ റിസൾട്ടന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന regression curve ഒരു straight line ആണെങ്കിൽ the regression is called a linear regression. And the next category is non-linear regression. Non-linear means not in the form of a line. അപ്പോൾ നമുക്ക് കിട്ടുന്ന regression curve, if it is not in the form of a line or not in the form of a straight line, we can say that the resultant is a or the two variables result in non-linear regression. So regression curves in the basis in നമുക്ക് എന്ത് ചെയ്യാം ഡേറ്റയെ നമുക്ക് or regression നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം linear regression and non-linear regression. Linear regression means if the regression results in a straight line, and non-linear regression means if the regression curve results not in a straight line. And next, on the basis of relevance of the variables studied, we can classify regression into total regression and a partial regression. What do you mean by total regression? Total regression is one which is made to study the effect of all variables. നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ വേരിയബിൾസിനെയും ഒരുപോലെ റെലവൻസ് കൊടുത്ത്, അപ്പോൾ നമ്മൾ ഈൽഡ്, റെയിൻഫോൾ, ഫെർട്ടിലൈസർ മൂന്ന് വേരിയബിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ മൂന്ന് വേരിയബിൾസിന് ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ റിഗ്രഷൻ അനാലിസിസ് നടത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള റിഗ്രഷൻ എന്ന് വിളിക്കുന്നത് ടോട്ടൽ റിഗ്രഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് പാർഷ്യൽ റിഗ്രഷൻ ഈസ് ദ വൺ which is made to study the effect of any two relevant variables on another variable. സോ പാർഷ്യൽ റിഗ്രഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ കൺസിഡർ ചെയ്യുന്ന വേരിയബിൾസിനകത്ത് ഏതെങ്കിലും ഒന്നോ രണ്ടോ വേരിയബിൾസിനെ റെലവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയും അവ തമ്മിലുള്ള റിഗ്രഷൻ അനലൈസ് ചെയ്യുകയാണ്. അത്തരത്തിലുള്ള റിലേഷൻ ആണെന്ന് പറയുന്നത് റിഗ്രഷൻ ആണെന്ന് പറയുന്നത് പാർഷ്യൽ റിഗ്രഷൻ എന്ന് പറയുന്നത്. അതായത് രണ്ടിൽ കൂടുതൽ വേരിയബിൾസിനെ നമ്മൾ സ്റ്റഡി ചെയ്യാൻ എടുക്കുന്നു. അതിൽ രണ്ട് വേരിയബിൾസ്, ഒരു വേരിയബിളിനോ അല്ലെങ്കിൽ രണ്ട് വേരിയബിളിനോ മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ റിഗ്രഷൻ അനാലിസിസ് നടത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള റിഗ്രഷൻ അനാലിസിസ് ആണ് എന്ത്, പാർഷ്യൽ റിഗ്രഷൻ. ഇറ്റ് ഈസ് ദ വൺ വിച്ച് ഈസ് മെയ്ഡ് ടു സ്റ്റഡി ദ എഫക്റ്റ് ഓഫ് വൺ ആണ്, ഇത് ആറല്ല, 1 or 2, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. എഫക്റ്റ് ഓഫ് 1 or 2 relevant variable on another variable is called partial regression. Next topic is regression lines or lines of best fit. Regression lines ന്റെ മറ്റൊരു പേരാണ് lines of best fit. The lines of regression is a graphic line which gives the best estimate of one variable for any given values of the variable. ഇത് നമുക്ക് regression line ന്റെ ഡെഫിനേഷൻ ആയിട്ട് പറയുന്നതാണ്. പക്ഷേ regression line എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ. If the points of scatter diagram concentrated around a straight line, the line is called line of best fit. അതായത് നമ്മുടെ ബൈവേരിയറ്റ് ഡേറ്റ ഉപയോഗിച്ച് നമ്മുടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്കാറ്റർ ഡയഗ്രാം ഒരു ലൈൻ ആണ് റിസൾട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഗ്രാഫിലൂടെ നമുക്ക് പ്ലോട്ട് ചെയ്തെടുക്കുന്നത് ഒരു ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഗ്രഷൻ ലൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബൈവേരിയറ്റ് ഡേറ്റയെ പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്കാറ്റർ ഡയഗ്രാം ഒരു കേർവ് കിട്ടുമെന്നല്ല, കേർവിനെ നമ്മൾ എന്ന് വിളിച്ചത് കേർവ് ഓഫ് റിഗ്രഷൻ എന്ന് വിളിച്ചു. ഈ കേർവ് ഓഫ് റിഗ്രഷൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ഓർ റിഗ്രഷൻ ലൈൻസ്. ദീസ് ലൈൻസ് ക്യാൻ ബി ഡ്രോൺ ഓൺ ദ ഗ്രാഫ് പേപ്പർ ബൈ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. നമ്മൾ ആ ഗ്രാഫ് പേപ്പറിൽ റിഗ്രഷൻ ലൈൻസിനെ സ്കാറ്റർ ഡയഗ്രാം ഉപയോഗിച്ച് റിഗ്രഷൻ ലൈൻസിനെ പ്ലോട്ട് ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. ഇൻ കേസ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സിന്റെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ റിഗ്രഷൻ ലൈൻസിന്റെ ഡെഫിനിഷനും പിന്നെ ഈ അവസാനം തന്നിരിക്കുന്ന ലൈനും കൂടെ ചേർത്ത് എഴുതേണ്ടതാണ്. For two interrelated variables x and y, there are
there are two possibilities. രണ്ട് വേരിയബിൾസ് എക്സും വൈയും ഉണ്ടെങ്കിൽ അവിടെ രണ്ട് പോസിബിലിറ്റീസ് എറൈസ് ചെയ്യുന്നു. എക്സ് ഈസ് ഗിവൺ ടു എസ്റ്റിമേറ്റ് എ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് വൈ ആൻഡ് വൈ ഈസ് ഗിവൺ ടു എസ്റ്റിമേറ്റ് എ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് എക്സ്. അതായത് രണ്ട് വേരിയബിൾസ് എക്സും വൈയും ഉണ്ടെങ്കിൽ നമുക്ക് എക്സ് തന്നതിന് ശേഷം വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനും പറയാം. അതുപോലെ തന്നെ തിരിച്ച് വൈ വാല്യൂസ് അറിയാവുന്നിടത്ത് എക്സ് വാല്യൂസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനും പറയാം അല്ലേ. അതാണ് എക്സ് ഈസ് ഗിവൺ ടു എസ്റ്റിമേറ്റ് എ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് വൈ ആൻഡ് വൈ ഈസ് ഗിവൺ ടു എസ്റ്റിമേറ്റ് എ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും ഇമ്പോർട്ടൻസ് അനുസരിച്ച് ലൈൻസ് ഓഫ് റിഗ്രഷൻ രണ്ട് രീതിയിലുണ്ട്. ദ ലൈൻ യൂസ് ടു എസ്റ്റിമേറ്റ് വൈ ഫോർ ഗിവൺ വാല്യൂസ് ഓഫ് എക്സ് ഈസ് കോൾഡ് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ്. അതായത് എക്സിന്റെ വാല്യൂ നമുക്ക് തരും, ഗിവൺ വാല്യൂ ഓഫ് എക്സ്, എക്സിന്റെ വാല്യൂ ഗിവൺ ആണ്, എക്സ് അവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, ആ എക്സിന്റെ വാല്യൂ ഗിവൺ ആണ്. അങ്ങനെയെങ്കിൽ വൈ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ രീതിയിൽ ഫോം ചെയ്യാൻ പറ്റുന്ന ലൈൻസിനെ നമ്മൾ എന്ന് വിളിക്കും? റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് എന്ന് വിളിക്കും. തിരിച്ച് വൈ വാല്യൂസ് ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്, അല്ലെങ്കിൽ വൈ എന്ന് പറയുന്നതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. വൈ വാല്യൂസ് തന്നതിന് ശേഷം ഇത് എക്സ് ആണ്, എക്സ് വാല്യൂസ് എസ്റ്റിമേറ്റ് ചെയ്യാനാണ് നമുക്ക് പറയുന്നതെങ്കിൽ ആ തരത്തിലുള്ള ലൈൻസ് നമ്മൾ എന്ന് വിളിക്കും? റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ എന്ന് വിളിക്കും. സോ റിഗ്രഷൻ ലൈൻസ് രണ്ട് രീതിയിലുണ്ട്. റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സും റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ. എക്സ് വാല്യൂസ് തന്നതിന് ശേഷം വൈ വാല്യൂസ് കാൽക്കുലേറ്റിംഗ് ഉപയോഗിക്കുന്ന റിഗ്രഷൻ ലൈൻസിനെയാണ് നമ്മൾ റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് എന്ന് വിളിക്കുന്നത്. തിരിച്ച് വൈ വാല്യൂസ് തന്നതിന് ശേഷം എക്സ് വാല്യൂസ് കാൽക്കുലേറ്റിംഗ് ഉപയോഗിക്കുന്ന റിഗ്രഷൻ ലൈൻസ് ആണ് നമ്മൾ വിളിക്കുന്നത് റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ എന്ന് വിളിക്കുന്നത്. റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ, നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് റിഗ്രഷൻ ലൈൻസിന്റെ ഇക്വേഷൻസ് ഫോം ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ റിഗ്രഷൻ ലൈൻസ് രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു. റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈയും ഉണ്ട്, റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സും ഉണ്ട്. ദ ഇക്വേഷൻ ഓഫ് റിഗ്രഷൻ ലൈൻസ് ഓഫ് എക്സ് ഓൺ വൈ ഈസ് x minus x bar is equal to bxy into y minus y bar. ഈ റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈയുടെ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? എക്സ് മൈനസ് എക്സ് ബാർ മീൻസ് മീൻ വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു bxy. bxy is the regression coefficient of x on y. bxy എന്നൊരു പുതിയ ടേം ആണ്. It is the regression coefficient of x on y into y minus y bar എന്നുള്ളതാണ്. ഇതൊരു ലൈനിന്റെ ഇക്വേഷൻ ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ എക്സ് ബാർ എന്ന് പറയുന്നത് എക്സിന്റെ മീൻ വാല്യൂ, വൈ ബാർ എന്ന് പറയുന്നത് വൈയുടെ മീൻ വാല്യൂ, bxy is the regression coefficient of x on y. ഈ bxy കാൽക്കുലേറ്റ് നമുക്ക് രണ്ട് ഫോർമുലാസ് ഉണ്ട്. ഒന്ന് r into sigma x by sigma y, where r is the correlation coefficient and sigma x is the standard deviation of x and sigma y is the standard deviation of y. Or bxy can be also calculated by using the formula n into sigma dx into dy minus sigma dx into sigma dy by n into sigma dy square minus sigma dy the whole square. So regression line of x on y യുടെ ഇക്വേഷൻ എങ്ങനെയാണ്? x on y വരുമ്പോൾ x ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. regression line of x on y എഴുതുമ്പോൾ x ന്റെ ടേം ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യണം. x മൈനസ് അതിന്റെ മീൻ എക്സ് ബാർ ഈക്വൽ ടു bxy, അതും x കഴിഞ്ഞിട്ട് y എഴുതണം. bxy into y minus corresponding mean y bar, where bxy is equal to n into sigma dx dy minus sigma dx into sigma dy by n into sigma dy square minus sigma dy the whole square. ഇതുപോലെ നമുക്ക് എന്തും എഴുതാം? regression line of y on x എഴുതാം. അപ്പോൾ regression line of x on y ൽ നിന്നും regression line of y on x ലേക്ക് എത്തുമ്പോൾ വ്യത്യാസം, x ന്റെ പൊസിഷനിൽ y കൊടുക്കുക, y യുടെ പൊസിഷനിൽ
x കൊടുക്കുക. That is, the equation of regression line of y on x is y minus y bar. ഇവിടെ x ന്റെ സ്ഥാനത്ത് എന്ത് വന്നു? y വന്നു. y യുടെ സ്ഥാനത്ത് x തമ്മിൽ അത്രയുള്ള വ്യത്യാസം. That is, y minus y bar is equal to b by x. അവിടെ ഓർഡറിന് മാറ്റം വന്നു. y on x ആയതുകൊണ്ട് ആദ്യം y പിന്നെ x. b by x into x minus x bar. Where b by x is the regression coefficient of y on x, which is equal to r into sigma y by sigma x. Regression coefficient of x on y bxy ആയിരുന്നു. അവിടെ r into sigma x by sigma y. x ന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ന്യൂമറേറ്ററിലും y യുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിനോമിനേറ്ററിലും വന്നു. ഇവിടെ regression coefficient of y on x ആകുമ്പോൾ y യുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ന്യൂമറേറ്ററിലും x ന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിനോമിനേറ്ററിലും വരും. അതായത് y യുടെ പൊസിഷനിലെല്ലാം എന്ത് കൊടുക്കുക? x കൊടുക്കുക. x ന്റെ പൊസിഷനിലെല്ലാം y കൊടുക്കുക. And also b by x is equal to n into sigma dx into sigma dx dy minus sigma dx into sigma dy divided by n into sigma dx square minus sigma dx the whole square. അതായത് ബി എക്സ് വൈയുടെ ഇക്വേഷനകത്ത് ന്യൂമറേറ്ററിനെ അതേപടി റീപ്ലേസ് ചെയ്തതിനു ശേഷം ഡിനോമിനേറ്ററിൽ വൈയുടെ സ്ഥാനത്ത് എന്ത് വന്നു? എക്സ് വരുന്നു. ഇവിടെയും ന്യൂമറേറ്ററിൽ എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ആയിരുന്നു. ബി വൈ എക്സിന്റെ ഇക്വേഷനകത്തും സെയിം ന്യൂമറേറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്തു. ഡിനോമിനേറ്ററിനകത്ത് എന്ത് വന്നു? വൈയുടെ സ്ഥാനത്ത് എക്സ് കൊടുത്തു. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. Now the relationship between regression coefficient and the correlation coefficient. നമ്മൾ കോറിലേഷനെ പറ്റി പഠിച്ചു. അവിടെ കോറിലേഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ റിഗ്രഷനെ പറ്റി ഡീൽ ചെയ്യുന്നുണ്ട്. റിഗ്രഷൻ കോഎഫിഷ്യന്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. സോ ഈ റിഗ്രഷൻ കോഎഫിഷ്യൻസും കോറിലേഷൻ കോഎഫിഷ്യൻസും തമ്മിൽ റിലേഷൻ ആണ് നടത്തുന്നതായിട്ടും പറയാനായിട്ട് പോകുന്നു. That is the relationship between regression coefficient and correlation coefficient. Regression coefficients എത്രണ്ണം ഉണ്ട്? രണ്ടെണ്ണം ഉണ്ട് അല്ലേ? bxy byx. bxy into byx is equal to bxy യുടെ ഇക്വേഷൻ എന്തായിരുന്നു? It is r into sigma x by sigma y. So bxy യുടെ സ്ഥാനത്ത് നമ്മൾ r into sigma x by sigma y കൊടുത്തു. into b by x ന്റെ ഇക്വേഷൻ എന്തായിരുന്നു? r into sigma y by sigma x. So b by x ന്റെ സ്ഥാനത്ത് നമ്മൾ r into sigma y by sigma x കൊടുത്തു. Therefore ഇവിടെ നമ്മൾ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിലുള്ള കോമൺ ടേംസിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ സിഗ്മ എക്സും ക്യാൻസൽ ചെയ്ത് പോകും. സിഗ്മ വൈയും ക്യാൻസൽ ചെയ്ത് പോകും. സോ ബാക്കി എന്ത് കിട്ടും? r into that is r square. Therefore we can say that bxy into byx is equal to r square. Otherwise r is equal to root of bxy into byx. bxy into byx is equal to r square എന്ന് പറയുന്ന ഇക്വേഷൻ അത് രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? r is equal to root of bxy into byx. That is, we can say that correlation coefficient r is equal to bxy into byx the whole raised to 1 by 2. റൂട്ടിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? raised to 1 by 2 എന്ന് കൊടുക്കാം. Therefore correlation coefficient r is equal to product of regression coefficient raised to 1 by 2. Otherwise we can say that correlation coefficient is the geometric mean of regression coefficients. നമ്മൾ നേരത്തെ ജോമെട്രിക് മീൻ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ജോമെട്രിക് മീനെ പറ്റി പഠിച്ചിരുന്നു. ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ആണോ ഉള്ളത് അവയുടെ എല്ലാം പ്രോഡക്റ്റ് എടുത്ത് റേസ് ടു 1 by n എടുക്കുന്നത് അല്ലേ? Therefore ഇവിടെ നമുക്ക് രണ്ട് ഐറ്റംസ് ആയിരുന്നു ഉള്ളത്, bxyയും byx. അവ തമ്മിൽ രണ്ട് ഐറ്റംസിന്റെ പ്രോഡക്റ്റ് എടുത്ത് റേസ് ടു 1 by 2 എടുക്കുമ്പോൾ അത് അവ തമ്മിലുള്ള ജോമെട്രിക് മീൻ ആയിട്ട് മാറുന്നു. Therefore we can say that correlation coefficient is the geometric mean of regression coefficients. So നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? എന്താണ് റിഗ്രഷൻ എന്നുള്ളത്, എന്താണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞു. ടൈപ്സ് ഓഫ് റിഗ്രഷൻ 3 ബേസിസിലാണെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് റിഗ്രഷൻസ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ റിഗ്രഷൻ കർവ് എന്താണെന്ന് പറഞ്ഞു. റിഗ്രഷൻ ലൈൻസ് എന്താണെന്നും പറഞ്ഞു. റിഗ്രഷൻ ലൈൻസ് രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു. റിഗ്രഷൻ ലൈൻ ഓഫ് y on x, റിഗ്രഷൻ ലൈൻ ഓഫ് x on y.
ഓരോ റിഗ്രഷൻ ലൈൻസിൻ്റെയും ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ റിഗ്രഷൻ കോയിഫിഷ്യൻസിനെ പറ്റിയും റിഗ്രഷൻ കോയിഫിഷ്യൻസ് ആൻഡ് കോറിലേഷൻ കോയിഫിഷ്യൻസ് തമ്മിലുള്ള റിലേഷനെ പറ്റിയും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ രണ്ട് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് പഠിക്കുക, യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻസ് ആയിട്ട് ചോദിക്കുന്ന പ്രോബ്ലംസ് ആണ്. The first question, from the data given below, find out the two regression equations. The most likely marks in English when marks in accountancy is 30 and determine the correlation coefficient between x and y. സോ ഇവിടെ നമുക്ക് മാർക്സ് ഇൻ അക്കൗണ്ടൻസിയും മാർക്സ് ഇൻ ഇംഗ്ലീഷുമാണ് തന്നിട്ടുള്ളത്. നമ്മൾ ഈ രണ്ട് വേരിയബിൾസിന് അല്ലെങ്കിൽ രണ്ട് ആസ്പെക്റ്റുകൾ, രണ്ട് മാർക്കുകളെ നമ്മൾ രണ്ട് സബ്ജക്റ്റുകളെ നമ്മൾ രണ്ട് വേരിയബിൾസ് ആയിട്ട് അസ്യൂം ചെയ്യുകയും അവ തമ്മിലുള്ള റിലേഷൻ്റെ ഇക്വേഷൻ, ദാറ്റ് ഈസ് റിഗ്രഷൻ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയും വേണം. ഇവിടെ ടു റിഗ്രഷൻ ഇക്വേഷൻ ചോദിച്ചിരിക്കുന്നത് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈയും regression equation of y on x ആണ്. പിന്നെ എന്ത് വേണം? The most likely mark in English when mark in accountancy is 30. അക്കൗണ്ടൻസിയുടെ മാർക്ക് 30 ആണെങ്കിൽ മാർക്ക് ഇൻ ഇംഗ്ലീഷ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾസോ വി ഹാവ് ടു ഡിറ്റർമൈൻ ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. സോ ആദ്യം നമ്മൾ ചെയ്യുന്നത് രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം there are two types of regression equations or regression equation lines. ഏതൊക്കെയാണ്? regression line of y on x ഉണ്ട്, regression line of x on y ഉണ്ട്. സോ നമുക്ക് regression line of y on x വേണം, regression line of x on y വേണം. What is the equation of regression line of y on x? It is y minus y bar is equal to byx into x minus x bar, and the regression line of x on y is x minus x bar is equal to bxy into y minus y bar. So നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് y ബാറിൻ്റെയും x ബാറിൻ്റെയും bxyയുടെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഈ ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ലൈനിൻ്റെ ഇക്വേഷൻ ആയതുകൊണ്ട് ഇക്വേഷൻ മീൻസ് എന്താ? ലൈനിൻ്റെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ അതിൽ എക്സിൻ്റെ സ്ഥാനത്ത് എക്സിനെ തന്നെ എഴുതാം, വൈയുടെ സ്ഥാനത്ത് വൈയെ തന്നെ എഴുതി എക്സിൻ്റെയും വൈയുടെയും പൊസിഷനുകളിൽ അതേ ആൽഫബറ്റ്സ് തന്നെ റീപ്ലേസ് ചെയ്യുക, അതിന് മാറ്റം വരുത്തരുത്. പറയുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ എഴുതുന്നത് റിഗ്രഷൻ ലൈനിൻ്റെ ഇക്വേഷൻസ് ആണ്. സോ ഇക്വേഷൻ എഴുതുമ്പോൾ അവിടെ ആൽഫബറ്റ്സ് ആയ എക്സിൻ്റെയും വൈയുടെയും പ്രസൻസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എക്സ് എന്ന് പറയുന്ന ആൽഫബറ്റിൻ്റെ സ്ഥാനത്ത് എക്സ് തന്നെ എഴുതണം, വൈ എന്ന് പറയുന്ന ആൽഫബറ്റിൻ്റെ സ്ഥാനത്ത് വൈ തന്നെ എഴുതണം. നമുക്ക് ആകെ ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് വൈ ബാറിൻ്റെ വാല്യൂ, എക്സ് ബാറിൻ്റെ വാല്യൂ, ബി വൈ എക്സിൻ്റെ വാല്യൂ എന്നിവ മാത്രമാണ്. എന്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ? റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് എഴുതുമ്പോൾ. സിമിലർലി റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് എക്സ് ബാറിൻ്റെ വാല്യൂ വേണം, വൈ ബാറിൻ്റെ വാല്യൂ വേണം, അതുകൊണ്ട് തന്നെ ബി എക്സ് വൈയുടെ വാല്യൂ നമുക്ക് വേണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എക്സ് ബാറും വൈ ബാറും കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സുകളുടെ മീൻ. വൈ ബാർ എന്ന് പറഞ്ഞാൽ എന്താ? വൈകളുടെ മീൻ അല്ലേ? നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്നും ആ തന്നിട്ടുള്ള വാല്യൂസിനെ ഞാൻ എടുത്തെഴുതുന്നു. അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഞാൻ എക്സ് എന്ന് പേര് കൊടുത്തു, ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഞാൻ വൈ എന്ന് പേര് കൊടുത്താൽ തന്നിട്ടുള്ള ടേബിൾ ഞാൻ എന്തെഴുതി? എഴുതി റിപ്പീറ്റ് ചെയ്ത് എടുത്തെഴുതി. ഇനി നമുക്ക് എന്ത് വേണം? എക്സ് ബാറിനെ വേണം അല്ലേ? എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ബൈ എൻ. സോ എക്സിൻ്റെ സം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് 25 പ്ലസ് 28 പ്ലസ് 35 പ്ലസ് 32 പ്ലസ് 31 പ്ലസ് എക്സെട്ര പ്ലസ് 32. ഇതെല്ലാം കൂടെ സം ചെയ്തെടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 320 ആണ്. സിമിലർലി വൈ വാല്യൂസിൻ്റെ സം എനിക്ക് 380 കിട്ടും. എന്താണ് എനിക്ക് വേണ്ടത്? എക്സ് ബാർ ആണ് വേണ്ടത്. ഇവിടെ ഞാൻ ബാറിന് പകരം ജസ്റ്റ് നൊട്ടേഷൻ ക്യാപ്പ് വേണം എടുക്കുന്നേ ഉള്ളൂ. ഇറ്റ് റെപ്രസെൻറ്റ്സ് എക്സ് ബാർ. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ വിച്ച് ഈസ് ഈക്വൽ ടു സം ഓഫ് എക്സ് 320 by 10. Here there are 10 values are there. Therefore 320 by 10 which is equal to 32.
Again, y bar is equal to sigma y by n, that is 380 by 10, which is equal to 38. So x bar എനിക്ക് 32 ഉം y bar എനിക്ക് 38 ഉം കിട്ടി അല്ലേ. സോ റിഗ്രഷൻ ലൈൻ ഓഫ് y on x എഴുതുമ്പോൾ y ബാറിന്റെ സ്ഥാനത്ത് എനിക്ക് 38 കൊടുക്കാം, x ബാറിന്റെ സ്ഥാനത്ത് എന്തും കൊടുക്കാം, 32 നമുക്ക് കൊടുക്കാം. ഇനി എന്ത് വേണം എനിക്ക്, by(x) വേണം അല്ലേ. by(x) കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, by(x) is equal to n into sigma dx into dy minus sigma dx into sigma dy by n into sigma dx square minus sigma dx the whole square. Here dx means deviation of x from its mean and dy means deviation of y from its mean. X values അതിന്റെ mean value ൽ നിന്നുള്ള deviationയാണ് dx കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ y വാല്യൂവിനും അതിന്റെ mean value ൽ നിന്നുള്ള വേരിയേഷനെയാണ് dy കൊണ്ടും സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഈ ഓരോ എക്സ് വാല്യൂസിനും 32 എന്ന് പറയുന്ന എക്സിന്റെ മീനിൽ നിന്നുള്ള വേരിയേഷൻ അഥവാ ഡീവിയേഷനെയാണ് നമ്മൾ ഡി എക്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓരോ വൈ വാല്യൂസിനും വൈയുടെ മീൻ വാല്യൂ ആയ വൈ ബാർ ദാറ്റ് ഇസ് 38 നിന്നുള്ള ഡീവിയേഷൻ ആണ് സൂചിപ്പിക്കുന്നത് ഡി വൈ കൊണ്ട് സൂചിപ്പിക്കുന്നത്. Therefore എക്സ് മൈനസ് എക്സ് ബാർ ദാറ്റ് ഇസ് ഡി എക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും, ഇതെന്ന് പറയുന്നത് ഡി എക്സിനെയാണ് സൂചിപ്പിക്കുന്നത്, എക്സ് മൈനസ് എക്സ് ബാർ ദാറ്റ് ഈസ് എക്സ് ഓരോ എക്സ് വാല്യൂസിനും എക്സ് ബാറിൽ നിന്നുള്ള deviation, that is 25 minus 32, that is minus 7, again 28 minus 32, that is minus 4, 35 minus 32, that is 3, 32 minus 32, 0, etc. I am saying the last one, 32 minus 32, that is 0. Again the next one is y minus y bar. X square alla, sorry, y minus y bar aanu. Ee y minus y bar is the dy, deviation of y from its mean value, that is y bar. Y bar etrana avade 38. Therefore y minus y bar, that is deviation of y, that is dy എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, ഈ ഓരോ y വാല്യൂസിനെയും 38 നിന്നും സബ്ട്രാക്ട് ചെയ്യണം. That is 43 minus 38, that is 5, 46 minus 38 is 8, 49 minus 38 is 11, again 41 minus 38 is 3, etc. ആണ് ചെയ്തത്. ലാസ്റ്റ് one, 39 minus 38 is 1. നമുക്ക് എന്ത് കിട്ടി, നമ്മളുടെ ഡി എക്സും ഡി വൈയുടെയും കോളംസ് നമുക്ക് കിട്ടി അല്ലേ. നമ്മുടെ ഇക്വേഷൻ അത് എന്ത് വേണം, ഡി എക്സ് ഇൻറ്റു ഡി വൈ എന്ന് പറയുന്ന കോളത്തിന്റെ സം വേണം, ഡി എക്സിന്റെ കോളത്തിന്റെ സം വേണം, ഡി വൈയുടെ കോളത്തിന്റെ സം വേണം. കൂടാതെ ഡി എക്സ് സ്ക്വയർ ഡി എക്സിന്റെ സ്ക്വയറുകളുടെ കോളത്തിന്റെ സമ്മും വേണം അല്ലേ. അപ്പോൾ ഡി എക്സ് ഇൻറ്റു ഡി വൈ എന്ന് പറയുന്ന കോളം വേണം, ഡി എക്സിന്റെ കോളം ഓൾറെഡി ഉണ്ട്, ഡി വൈയുടെ കോളം ഓൾറെഡി ഉണ്ട്. ഇനി എന്ത് വേണം, ഡി എക്സ് എന്ന് പറയുന്ന കോളത്തിന് നമ്പേഴ്സിന്റെ സ്ക്വയറുകളുടെ കോളവും വേണം. നമ്മൾ ഡി എക്സ് ഇൻറ്റു ഡി വൈയുടെ കോളം എക്സ്ട്രാ ആഡ് ചെയ്തു, ഡി എക്സുകളുടെ സ്ക്വയറുകളുടെ കോളം ആഡ് ചെയ്തു, അതുപോലെ ഡി വൈ സ്ക്വയറുകളുടെ കോളവും ആഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഈ ഓരോ വാല്യൂസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഡി എക്സിന്റെ കോളവും ഡി വൈയുടെ കോളവും ഉണ്ട് ഇവ തമ്മിലുള്ള product, that is dx into dy, that is minus 7 into 5, minus 35, minus 4 into 8, minus 32, 3 into 11, 33, 0 into 3, 0, minus 1 into minus 2, 2, 4 into minus 6, minus 24, minus 3 into minus 7, 21, 6 into minus 8, minus 48, 2 into minus 5, minus 10, 0 into 1 is 0. ഇനി എന്ത് വേണം, ഡി എക്സിന്റെ കോളത്തിന്റെ സ്ക്വയറുകൾ. ഈ തേർഡ് കോളമാണ് ഡി എക്സ് എന്ന് പറഞ്ഞ കോളത്തിന് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഓരോ വാല്യൂസിന്റെയും സ്ക്വയർ. മൈനസ് 7ന്റെ സ്ക്വയർ 49, മൈനസ് 4 സ്ക്വയർ is 16, 3 square is 9, 0 square is 0, minus 1 square is 1, 4 square is 16, minus 3 square is 9, 6 square is 36,
2 square is 4 and 0 square is 0. Similarly, dy എന്ന് പറയുന്ന കോളത്തിന്റെ സ്ക്വയർ 5 square is 25, 8 square is 64, 11 square is 121, 3 square is 9, minus 2 square is 4, minus 6 square is 36, minus 7 square is 49, minus 8 square is 64, minus 5 square is 25, and 1 square is 1. ഈ ഓരോ കോളത്തിന്റെയും സം വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു ഐഡന്റിഫൈ ചെയ്തു. അതിനുശേഷം BYX വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം n എത്രയായിരുന്നു ഇവിടെ ഹിയർ വാല്യൂ ഓഫ് n ഈസ് 10. സോ നമ്മളുടെ ഇക്വേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നു n പകരം 10 BYX കാൽക്കുലേറ്റ് ചെയ്യാൻ n പകരം 10 കൊടുക്കുന്നു. സിഗ്മ dx dy എത്രയായിരുന്നു സിഗ്മ dx dy ഈസ് -93. സിഗ്മ dx dy ക്ക് പകരം -93 കൊടുക്കുന്നു. മൈനസ് സിഗ്മ dx എത്ര ഡീവിയേഷൻ ഓഫ് എക്സിന്റെ സം എത്രയാണ് 0. സിഗ്മ dy യുടെ സമ്മും 0. ഇനി എന്താണുള്ളത് ബൈ n ഇൻറ്റു സിഗ്മ dx സ്ക്വയറിന്റെ കോളത്തിന്റെ സം എത്രയായിരുന്നു ഇറ്റ് ഈസ് 140 minus sigma dx the whole square. Sigma dx ന്റെ sum sigma dx എത്ര 0 അതിന്റെ സ്ക്വയർ that is 0 square. So ഇവയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് -93 minus 0 by 140 minus 0 എന്ന് കിട്ടും, which is equal to -0.664 എന്ന് കിട്ടും. അതായത് നമ്മളുടെ YX കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയിൽ n പകരം എന്ത് കൊടുക്കുക 10 കൊടുക്കുക. സിഗ്മ dx dy ക്ക് പകരം -93 കൊടുക്കുക. സിഗ്മ dx is 0, സിഗ്മ dy is 0, n is again 10, sigma dx square is 140 and sigma dx is 0. So ഈ എല്ലാ വാല്യൂസും നമ്മൾ ടേബിളിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് അതാത് പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് BXYയുടെ വാല്യൂ BYXന്റെ വാല്യൂ എന്തെന്ന് കിട്ടും -0.664 എന്ന് കിട്ടും. Therefore നമുക്ക് എന്ത് പറയാം നമ്മളുടെ BYX the regression coefficient of y on x ന്റെ വാല്യൂ -0.664 കിട്ടി. അത് നമ്മൾ നമ്മളുടെ ഇക്വേഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. That is y minus y bar is 38. Therefore y minus 38 is equal to -0.664 into x minus x bar is 32. Therefore the equation become y minus 38 is equal to -0.664 into x minus 32. ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ അതായത് -0.664 നമ്മൾ ഈ രണ്ട് ടേംസിനായിട്ട് അകത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുകയും ഈ -38 റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ എന്തെന്ന് കിട്ടും y is equal to -0.664 x plus 59.2553 എന്ന് കിട്ടും. So this is the equation of the regression line of y on x. Similarly നമുക്ക് എന്ത് കണ്ടുപിടിക്കാം regression line of x on y ഉം കാൽക്കുലേറ്റ് ചെയ്യാം. regression line of x on y യുടെ ഇക്വേഷൻ എന്താണ് x minus x bar is equal to bxy into y minus y bar. ഇവിടെ x barന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയാണ് the value of x bar is 32 and also the value of y bar is 38. So x ബാറിന്റെ സ്ഥാനത്ത് നമുക്ക് ഓൾറെഡി വാല്യൂ ഉണ്ട് 32 എന്ന്, അതുപോലെ തന്നെ y ബാറിന്റെ സ്ഥാനത്ത് നമുക്ക് എന്തുണ്ട് വാല്യൂ ഉണ്ട് 38 എന്ന്. അപ്പോൾ നമുക്ക് എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി BXYയുടെ വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. BXYയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ് BXY is equal to n into sigma dx dy minus sigma dx into sigma dy by n into sigma dy dy square minus sigma dy the whole square. So ഇവിടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഒന്നും കണ്ടുപിടിക്കേണ്ടതില്ല. എല്ലാം നമ്മളുടെ ടേബിളിനകത്ത് എല്ലാ കോളംസും അവൈലബിൾ ആണ്, എല്ലാ കോളത്തിന്റെ സമ്മും നമ്മുടെ കയ്യിലുണ്ട്. സോ സിഗ്മ n ന്റെ വാല്യൂ എത്രയാണ് 10 ആണ്. സിഗ്മ dx dy എത്ര കണ്ടുപിടിച്ചത്
It is minus 93. Sigma dx is 0. Sigma dy is 0. Again n is equal to 10. Sigma dy square. dy square ന്റെ കോളത്തിന്റെ സം എത്രയായിരുന്നു? 398 ആണ്. Minus sigma dy the whole square. It is again 0. So നമുക്ക് നമ്മുടെ കോളത്തിൽ ഓൾറെഡി എല്ലാ വാല്യൂസും അവൈലബിൾ ആണ്. ആ വാല്യൂസിനെ നമ്മൾ അതാത് പൊസിഷനിൽ substitute ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? bxy is equal to minus 93 minus 0 by 398 minus 0, which is equal to minus 0.2337 എന്ന് കിട്ടും. So bxy യുടെ വാല്യൂ എനിക്ക് minus 0.2337 കിട്ടും. ഈ വാല്യൂ ഞാൻ എവിടെ കൊടുക്കുന്നു? നമ്മുടെ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. That is regression line of x on y is x minus x bar is equal to bxy into y minus y bar. That is x minus x bar is 32 equal to bxy is minus 0.2337 into y minus y bar is 38. So ഈ x ന്റെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? x is equal to ഈ minus 32നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരികയും അതുപോലെ തന്നെ ഈ minus 0.2337നെ അകത്തേക്ക് ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് x is equal to minus 0.2337y plus 40.8806 എന്ന് നമുക്ക് കിട്ടും. Therefore നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദാറ്റ് ഈസ് regression line of x on y and equation of regression lines of x on y and equation of regression lines of y on x. What about the next part? We have to find the most likely marks in English when marks in accountancy is 30. Accountancyയുടെ മാർക്ക് 30 ആകുമ്പോൾ ഇംഗ്ലീഷിന്റെ മാർക്ക് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അക്കൗണ്ടൻസിയുടെ വേരിയബിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് ഏതാണ്? എക്സും ഇംഗ്ലീഷിന്റെ വേരിയബിൾ ഈസ് y. സോ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? അക്കൗണ്ടിങ്ങിന്റെ മാർക്ക് 30 ആകുമ്പോൾ, അതായത് എക്സിന്റെ വാല്യൂ 30 ആകുമ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് y? ഇംഗ്ലീഷിന്റെ മാർക്ക് എത്ര? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് y? സോ എക്സ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, y വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? സോ നമ്മളുടെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ച രണ്ട് ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇതിൽ y വാല്യൂ കണ്ടുപിടിക്കാനുള്ള y വാല്യൂ ആണല്ലോ നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് കണ്ടുപിടിക്കേണ്ടത്. സോ y വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണെന്ന് നോക്കുക. ദാറ്റ് ഈസ് റിഗ്രഷൻ ലൈൻ ഓഫ് y ഓൺ x നമ്മുടെ കയ്യിലുണ്ട്, റിഗ്രഷൻ ലൈൻ ഓഫ് x ഓൺ y നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതിൽ y ഈക്വൽ ടു എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരിക്കും y വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇവിടെ നമുക്ക് നമ്മളുടെ കണ്ടുപിടിക്കേണ്ട വേരിയബിൾ മോസ്റ്റ് ലൈക്ലി മാർക്സ് ഇൻ ഇംഗ്ലീഷ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇംഗ്ലീഷിന്റെ വേരിയബിൾ ഏതാണ്? y. സോ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് y. അപ്പൊ അതിന് വേണ്ടി നമ്മൾ y ഈക്വൽ ടു എന്ന് പറയുന്ന ഇക്വേഷനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ y ഈക്വൽ ടു എന്ന് പറയുന്ന ഇക്വേഷൻ ആരുടേതാണ്? റിഗ്രഷൻ ലൈൻ ഓഫ് y ഓൺ എക്സിന്റെ ഇക്വേഷൻ ആണ്. സോ y ഈക്വൽ ടു എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് y ഈക്വൽ ടു മൈനസ് 0.664x പ്ലസ് 59.23255 എന്ന് കിട്ടും. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു മൈനസ് 0.664x പ്ലസ് 59.255. ഈ ഇക്വേഷൻ നമുക്ക് വൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അവിടെ നമുക്ക് എക്സ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? ഹിയർ എക്സ് ഈസ് ഗിവൺ ആസ് 30 ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് വൈ. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. therefore from ഇക്വേഷൻ നമ്പർ 1 y is equal to minus 0.66423x plus 59.2553. ഇവിടെ x ന്റെ വാല്യൂ എത്രയാണ്? 30 ആണ്. And so minus 0.66423 into 30 plus 59.253. So നമുക്ക് വൈയുടെ വാല്യൂ എത്ര കിട്ടും? y is equal to 39.3284 എന്ന് നമുക്ക് കിട്ടും. സോ നമ്മുടെ y വാല്യൂ എന്ന് പറയുന്നത് y is equal to 39.32
0.84 എന്ന് കിട്ടും. ദാറ്റ് ഈസ് വെൻ എക്സ് ഈസ് ഈക്വൽ ടു 30 അഥവാ അക്കൗണ്ടൻസിയുടെ മാർക്ക് 30 ആകുമ്പോൾ y വാല്യൂ ദാറ്റ് ഈസ് ഇംഗ്ലീഷിന്റെ മാർക്ക് എത്ര കിട്ടും? 39.3284 എന്ന് കിട്ടും. And what about the third part of the question? Determine the correlation coefficient between x and y. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിന്റെയും വൈയുടെയും കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. നമ്മളുടെ കയ്യിൽ ഇപ്പോൾ റിഗ്രഷൻ കോഎഫിഷ്യൻസ് ആയ bxyയും byxും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? correlation coefficient ആയ r നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം by using the formula r is equal to bxy in root of bxy into byx. We have byx is equal to minus 0.664 and bxy is equal to minus 0.2337. Therefore r is equal to root of minus 0.664 into minus 0.2337, which is equal to root of 1.552, which is equal to the value is 0.3939. Therefore നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യൻസ് ഉപയോഗിച്ച് കോറിലേഷൻ കോഎഫിഷ്യൻ്റെ വാല്യൂ ആയ ആറിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 0.3939 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സോ ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ട് റിഗ്രഷൻ ലൈൻസിൻ്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡും അതുപോലെ തന്നെ ഒരു ആസ്പെക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു വേരിയബിളിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വേരിയബിളിൻ്റെ വാല്യൂ എപ്രകാരം റിഗ്രഷൻ ലൈൻസ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. കൂടാതെ റിഗ്രഷൻ കോഎഫിഷ്യൻസ് അവൈലബിൾ ആണെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് എപ്രകാരം കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത് നമ്മൾ ഈ ക്വസ്റ്റിനകത്ത് 3 പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. Next question is, from the following particulars calculate mean and variance of x and y. Here നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമുക്ക് തന്നിട്ടുള്ള ഡേറ്റയിൽ നിന്നും from the following particulars calculate mean values of x and y. നമുക്ക് തന്നിട്ടുള്ള ഡേറ്റയിൽ നിന്നും എക്സിന്റെയും വൈയുടെയും മീൻ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. It is given that variance of x is 9 and the regression equation of two lines, that is രണ്ട് ലൈൻസിന്റെ റിഗ്രഷൻ ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 8x minus 10y plus 66 is equal to 0 and 40x minus 18y equal to 240. അപ്പോൾ ഈ തന്നിട്ടുള്ള ഡേറ്റ ഉപയോഗിച്ച് we have to calculate the mean values of x and y. എക്സിന്റെയും വൈയുടെയും മീൻ വാല്യൂസ് നമ്മൾ തന്നിട്ടുള്ള ഡേറ്റ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നിട്ടുള്ള രണ്ട് ഇക്വേഷൻസിനെ കൺസിഡർ ചെയ്യുന്നു. 8x minus 10y plus 66 is equal to 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ ആക്കണമെന്നും ഈ പ്ലസ് 66നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? minus 66 എന്ന് കിട്ടും. Therefore 8x minus 10y equal to minus 66 and 40x minus 18y equal to 240. രണ്ട് ഇക്വേഷൻസ് ഞാൻ എടുത്തെഴുതി. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ഇക്വേഷൻസിനെ ഞാൻ സോൾവ് ചെയ്യുന്നു. രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റിനെ സെയിം ആക്കുക. സോ സെക്കൻഡ് ഇക്വേഷനകത്ത് എക്സിന്റെ കോഎഫിഷ്യന്റ് 40 ആണ്. സോ ഫസ്റ്റ് ഇക്വേഷനിലും എക്സിന്റെ കോഎഫിഷ്യന്റിനെ 40 ആക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഇക്വേഷനെ ഹോൾ ആയിട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദാറ്റ് 8 into 5 എന്തായിട്ട് മാറും? 40 ആയിട്ട് മാറും. So first equation into 5 gives 40x minus 8 into 5 is 40. Therefore 40x minus 10 into 5 is 50. 50 by equal to minus 66 into 5 is minus 330. അതിനുശേഷം സെക്കൻഡ് ഇക്വേഷൻ 40x minus 80y plus 240. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും തമ്മിൽ എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്യുന്നു. Therefore ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ആ സോൾവിംഗ് പ്രൊസീജിയർ കഴിയുമ്പോൾ നമുക്ക് minus 32y is equal to minus 544 എന്ന് കിട്ടും. അതിൽ നിന്നും the value of y നമുക്ക് എന്ത് കിട്ടും? 70 എന്ന് കിട്ടും. സോ നമുക്ക് തന്നിട്ടുള്ള രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസിനെയും കൂടെ സോൾവ് ചെയ്യുമ്പോൾ we will get the value of y as 17. അപ്പോൾ ഈ വൈയുടെ വാല്യൂ 17 കിട്ടിയ സ്ഥിതിക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് വാല്യൂ ഓഫ് y 17 കൊടുക്കുമ്പോൾ നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടും? എക്സിന്റെ വാല്യൂ കിട്ടും. സോ അതിനു വേണ്ടി ഞാൻ ചൂസ് ചെയ്ത ഇക്വേഷൻ എന്ന് പറയുന്നത്
ഫസ്റ്റ് ഇക്വേഷൻ ആണ്. ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുമ്പോൾ 8x മൈനസ് 170 ഇസ് ഈക്വൽ ടു മൈനസ് 66 എന്നുള്ളതാണ്. അതിൽ വൈയുടെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 8x മൈനസ് 10y ഇസ് ഈക്വൽ ടു മൈനസ് 66 എന്നുള്ളതാണ്. ഇതിൽ y വാല്യൂ എത്രയാണ്? 17 കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് 8x മൈനസ് 10 ഇൻറ്റു 17 ഇസ് ഈക്വൽ ടു മൈനസ് 66 എന്നാകും. അവിടെ 10 into 70 നമുക്ക് എങ്ങനെ എഴുതാം? 170 എന്ന് എഴുതാം. Therefore 8x minus 170 is equal to minus 66 എന്ന് കിട്ടും. Therefore 8x is equal to minus 66. ഈ minus 170 right hand side വരുമ്പോൾ plus 170 ആകും. Therefore 8x is equal to minus 66 plus 170, that is 104. So 8x is equal to 104, therefore x is equal to 13 എന്ന് കിട്ടും. Therefore നമുക്ക് y value 17 എന്നും x value എത്രയാണെന്നും കിട്ടി? 13 എന്ന് കിട്ടി. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? The mean values of x and y ആണ് നമുക്ക് വേണ്ടത്. Mean value of x and y എന്നോട് ഉദ്ദേശിക്കുന്നത് x ന്റെയും y യുടെയും സെൻട്രൽ വാല്യൂ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ എന്നതാണ്. ഇവിടെ നമുക്ക് വൈയുടെ വാല്യൂ ആയിട്ട് 17ഉം എക്സ് വാല്യൂ ആയിട്ട് 13ഉം നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷനെ സോൾവ് ചെയ്ത് വരുമ്പോൾ എക്സിന്റെ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ 13ഉം വൈയുടെ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ 17ഉം ആണ്. സോ നമുക്ക് മീൻ വാല്യൂ എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കിട്ടിയ രണ്ട് വാല്യൂസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? ദ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂസ് ഓഫ് എക്സ് and y ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. So the mean value of x can be chosen as, that is x bar can be chosen as 13 and y bar can be chosen as 17. എന്തുകൊണ്ടാണത്? mean value of x എന്ന് ഉദ്ദേശിക്കുന്ന representative value of x ആണ്. അതുപോലെ തന്നെ mean value of y എന്ന് ഉദ്ദേശിക്കുന്ന representative value of, അതായത് x നെയും y യെ റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂസ്. സോ ഈ തന്നിട്ടുള്ള ഡേറ്റയിൽ ഡേറ്റ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് x ന്റെയും y യുടെയും റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ നമുക്ക് കിട്ടുന്നത് x is equal to 13 എന്നും y is equal to 17 എന്നുമാണ് അല്ലേ. അപ്പോൾ ഇതല്ലാതെ മറ്റൊരു വാല്യൂവിനെ എക്സിനെയോ വൈനെയോ റെപ്രസെന്റ് ചെയ്ത് നമുക്ക് ഇക്വേഷൻ ആക്കി നമുക്ക് സോൾവ് എടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? റെപ്രസെൻറ്റേറ്റീവ് വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ, ദാറ്റ് ഈസ് ദ മീൻ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നു. Therefore here the mean value of x and y, x bar can be chosen as 13 and y bar can be chosen as 17. ഇവിടെ നമുക്ക് വേരിയൻസ് ഓഫ് y തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ മാത്രമാണ്. ആ വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 9 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ കൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ജസ്റ്റ് അത് തന്നിട്ടുള്ളത് മിസ്ലീഡിംഗ് ആയിട്ട് ജസ്റ്റ് തന്നിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ ഇന്നത്തെ ഈ സെഷനകത്ത് നമ്മൾ പഠിച്ചത് എന്താണ് റിഗ്രഷൻ എന്നുള്ളത് നമ്മൾ പഠിച്ചു. റിഗ്രഷൻ അനാലിസിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ടൈപ്സ് ഓഫ് റിഗ്രഷനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. റിഗ്രഷൻ കർവ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് റിഗ്രഷൻ ലൈൻസിനെ പറ്റി പറഞ്ഞു. 2 ടൈപ്സ് ഓഫ് റിഗ്രഷൻ ലൈൻസിനെ പറ്റി പറഞ്ഞു. അവയുടെ ഇക്വേഷൻസ് എപ്രകാരം കണ്ടുപിടിക്കാമെന്നുള്ളതും അത് ഉപയോഗിച്ചുള്ള 2 പ്രോബ്ലംസ് നമ്മളിന്ന് വർക്ക്ഔട്ട് ചെയ്തു. അപ്പോൾ ഈ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു മൊഡ്യൂളാണ്. ടെക്സ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, വളരെ ചെറിയൊരു മൊഡ്യൂളാണ്. അപ്പോൾ ഈ മൊഡ്യൂളിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു മൊഡ്യൂൾ 3 നമുക്ക് ഈ ഒരു സെഷനോട് തന്നെ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. വളരെ ചെറിയൊരു മൊഡ്യൂളാണ്. അപ്പോൾ ഈ റിഗ്രഷൻ ലൈൻസ് എന്ന് പറയുന്ന ഈ മൊഡ്യൂള് ഈ ഒരു സെഷനോടുകൂടെ തന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ഇന്ന് പഠിപ്പിച്ച ഈ കാര്യങ്ങൾ 3 തവണ എഴുതി പഠിച്ചതിന് ശേഷം എനിക്ക് ഹോം അസൈൻമെന്റ് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.